ടീംമേറ്റ്സ് ജീവന് വേണ്ടി ബി സൈറ്റിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഞാൻ എ സൈറ്റ് ചുമ്മാ ചൊറിയും കുത്തിയിരിക്കുമായിരുന്നു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടങ്ങ് പറന്നു. അവിടെ ചെന്നപ്പം അമ്പറ് രണ്ടുപേരുടെയും ഡൂലിസ്റ്റ് റേനിയും റേസും രണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് എറിയുന്ന ഒച്ചയൊക്കെ കേട്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് കയറി ചെന്ന് രണ്ടിനെയും തലയടിച്ച് വിളിച്ചേക്കാന്ന് വിചാരിച്ചു. കയറി ടക്കോ 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 ടക്കോ, എന്നിട്ട് എൻ്റെ ഒരു ഫേക്ക് ടീക്ക് അങ്ങനെ അറിയാമല്ലോ, അത് ചെറുതായിട്ടൊന്ന് മൂച്ചി, അത്രേ ഉള്ളൂ. എല്ലാവരും കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഞാൻ ചുമ്മാ സ്ട്രെസ്ഫുൾ ലൈഫിന് വേണ്ടി മാറി നിൽക്കുമായിരുന്നു. അപ്പം എൻ്റെ ആവശ്യം വേണമെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടെങ്കിൽ ഇറങ്ങിയേക്കാന്ന് വെച്ചു. ഞാൻ ഒരു മൈരം നിൽക്കുന്നു, അവനെ അങ്ങ് തീർത്തേക്കാം. എന്ത് ചെയ്യും? ഇവിടെ നിൽക്കണോ അങ്ങോട്ട് പോകണോ, ഇവിടെ നിൽക്കണോ അങ്ങോട്ട് പോകണോ, ഇവിടെ നിന്നേക്കാം. ഏതെങ്കിലും ഒരു പൊട്ടറെ കിട്ടിയാലോ. ആ, ഒരു ഒച്ച കേൾക്കുന്നുണ്ട്. ഉണ്ടം കാണും. ഏടാ പോന്നു. മിക്കവാറും ആ കുണ്ണുകൾ കൊണ്ട് സ്പൈക്ക് കളഞ്ഞു. എനിക്കറിയാം, എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാൽ ഈ മൈരന്മാരെ കൊണ്ട് തോറ്റു. എന്താ ചെയ്യല്ലേ? നമുക്ക് അതിബുദ്ധിപരമായിട്ട് എൻ്റെ ഉള്ള ബുദ്ധിയെല്ലാം ഉപയോഗിച്ച് ഞാൻ സ്മോക്ക് ഇപ്പം തന്നെ കൊണ്ടേ കളഞ്ഞിരിക്കുന്നു. കഴപ്പ് പിന്നെ വേറെന്ത്? ഞാൻ ഇല്ലാത്ത ബുദ്ധിയും കൂടെ ഉപയോഗിച്ച് എന്തെങ്കിലും കാണിക്കണം, നല്ല റൗണ്ട് ചെയ്യിക്കണമെങ്കിൽ. അറിയാൻ മിക്കവാറും ഈ വഴി തന്നെ വരുമായിരിക്കും. കിട്ടി പോയാൽ പോയി. മൊയിലി വീണ് ചക്ക വീണെന്നൊക്കെ, മൊയിലി കത്ത് ചക്ക വീണെന്ന് അങ്ങനെയൊക്കെ പറയത്തില്ലേ അത്.